ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ബട്ടർ ക്രീമാണ്. കടയിൽ നിന്ന് വിപ്പിംഗ് ക്രീം വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പവും ടേസ്റ്റിയുമാണ് ബട്ടർ ക്രീം ഉണ്ടാക്കാൻ. ബട്ടറിൻ്റെയും പഞ്ചസാരയുടെയും മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യം തന്നെ ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഈ പഞ്ചസാര ആദ്യം തന്നെ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. മിക്സിക്കോ കപ്പിനോ വെള്ളത്തിൻ്റെ നനവുണ്ടാകരുത്, അപ്പോൾ കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഇട്ട് രണ്ടാമത് കൂടി പൊടിച്ചെടുക്കാം. രണ്ടും കൂടി നന്നായി പൊടിഞ്ഞു വരണം. അങ്ങനെ ഐസിങ് ഷുഗർ തയ്യാറായി. ഒരു കവറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 1 മാസമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ സൂക്ഷിച്ച് ക്രീം ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കെടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ബട്ടർ ക്രീം ഉണ്ടാക്കാം. 1 പാക്ക് ബട്ടർ, 2 ടീസ്പൂൺ പാല്, പിന്നെ വാനില എസൻസ്, പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഐസിങ് ഷുഗർ. ഇനി നമുക്ക് ക്രീം ചീസാണിത്, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇനി നമുക്ക് ഈ ബട്ടർ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. കളർ ചേഞ്ചർ ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. കളർ ചേഞ്ച് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം, മറക്കരുത്. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നേരത്തെ പൊടിച്ച് പിടിച്ച ഐസിങ് ഷുഗർ ഇല്ല, അതിൽ നിന്ന് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് വേണം ഇനിയത്തെ ബീറ്റ് ചെയ്യൽ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അങ്ങനെ ഐസിങ് ഷുഗറും ബട്ടറും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നത് പോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താൻ. എനിക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. കപ്പ് കേക്കിന് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര മാത്രം എടുത്തത്. ഇപ്പോൾ ബട്ടർ ക്രീം തയ്യാറായി. ഇനി കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. 2 തുള്ളി ഒഴിച്ചു കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്താൽ ബട്ടർ ക്രീമായി. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇതും ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബട്ടർ ക്രീം ചീസാണ്. നേരത്തെ ചീസ് ഇടുന്നതിന് മുന്നേ ബട്ടർ ക്രീം തയ്യാറായി. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.